സാർ, നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ദീർഘകാല യുദ്ധത്തിനൊക്കെ ഇന്ത്യ തയ്യാറെടുക്കണം. അത് സമ്പദ് വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിലും തകർന്നു പോകാത്ത രീതിയിൽ ദീർഘകാല യുദ്ധത്തിലേക്ക്, അതായത് 5 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് നമ്മൾ പോവുക, അത്തരത്തിൽ ജനങ്ങളെല്ലാം അത്തരത്തിൽ തയ്യാറെടുക്കണം എന്നൊക്കെ ഒരു സൈനിക ഒരു മീറ്റിങ്ങിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അന്ന് ഇത് പറഞ്ഞപ്പോൾ ആരും ഇത് വക കൊണ്ടില്ല. കാരണം ഇതുവരെ പറഞ്ഞ് ഇത് ഇദ്ദേഹം ചുമ്മാ തള്ളി മറിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ആർമി ചീഫാണ്, കരസേനാ മേധാവിയാണ് ANI ന്യൂസിനോട് ഇത്തരത്തിൽ പറഞ്ഞത്. അതായത് ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് ഇന്ത്യ ഉടനെ കടക്കാം, അല്ലെങ്കിൽ കടക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതും അത് ഒരു മുന്നറിയിപ്പ് പോലെയാണ് പറഞ്ഞത്. അപ്പം അത്തരത്തിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചുമ്മാ വന്നിരുന്ന് ഇവരൊക്കെ പറയുന്ന പോലെ, നമ്മളെ കമന്റ് ഇടുന്നവന്മാർ പറയുന്ന പോലെ ഇവർക്ക് ഇരുന്ന് കമന്റ് ഇട്ടാൽ മതിയല്ലോ. അവർ പറയുന്ന പോലെ ഇവർക്ക് വന്ന് ചുമ്മാ ഇരുന്ന് തള്ളേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവരത് പറയുന്ന ഓരോ വാക്കിനും അവർ അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ ഒരു യുദ്ധം ഇവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെ ഇപ്പോൾ എനിക്ക് അധികമായിട്ട് മറുപടി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു തയ്യാറെടുപ്പുകൾ ലോകത്ത് ഉടനീളം നടക്കുന്നു, അതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്നു എന്ന് വിചാരിക്കട്ടെ. കാരണം നമ്മൾ ഈ ഇസ്രായേൽ ജനതയുടെ ഒരു ഗുണം നമ്മൾ പരിശോധിക്കും. ഇസ്രായേൽ ജനതയുടെ ഗുണം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും യുദ്ധത്തെ ഫേസ് ചെയ്താൽ നിൽക്കുക, 4 വഴിക്കും നോക്കി നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, യുദ്ധത്തെ ഫേസ് ചെയ്താൽ നിൽക്കുക എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ, രാജ്നാഥ് സിംഗ് ആയാലും കൊള്ളാം, ആഭ്യന്തരമന്ത്രി ആയാലും കൊള്ളാം, അജിത് ഡോവൽ ആയാലും കൊള്ളാം, അല്ലെങ്കിൽ നമ്മുടെ സൈനിക മേധാവി, ഇപ്പൊ തന്നെ ഇപ്പൊ സംയുക്ത സൈനിക മേധാവിയാണ് ANIക്ക് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഇനിയും ഉണ്ടാകുന്ന യുദ്ധം, ഒരു 4-5 കൊല്ലം ഉണ്ടാകുന്ന യുദ്ധം ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിന്ദൂർ നമ്മളുടെ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമായിരുന്നു വരുന്ന 4 ദിവസം കൊണ്ട് നിന്ന യുദ്ധം. അപ്പം ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കായാലും വിജയിക്കായാലും ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ രാജ്യത്തിനകത്ത് ഒരു യുദ്ധം നാളെ കാലത്തെ ഉണ്ടായാൽ ആ യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പറച്ചിൽ കൂടിയാകണം ഇത്. അതായത് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ പറയുന്നത് അറിയാതെ പറയുന്നതല്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഉന്നത പ്രധാനമന്ത്രി പോലെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അറിഞ്ഞിട്ട് തന്നെ പറയുന്നതായിരിക്കും. അതായത് ഒരു തയ്യാറെടുപ്പ്, അതായത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ ഇന്റലിജൻസ് സംവിധാനത്തിനുമൊക്കെ ഈ നമ്മൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, ഒരുപക്ഷെ പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും, ആ രാജ്യത്തിനകത്ത് നടക്കുന്ന നീക്കങ്ങൾ, ആ രാജ്യത്തിനകത്ത് വെച്ച് നമ്മൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ, അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാലും ഇപ്പൊ പറയുന്നത് ചൈന നമ്മുടെ സുഹൃത്താന്നൊക്കെ പറയുന്നെങ്കിലും ഈ പറയുന്ന എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് ചൈനയെ എപ്പോഴും ഈ പറയുന്ന വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം. അപ്പോൾ അവർ ഒരു സാധ്യത ഉണ്ടെങ്കിൽ സഹായിക്കാൻ 100 വട്ടം അല്ലെങ്കിൽ അത്തരത്തിൽ സാധ്യത പ്രയോജനപ്പെടുത്താൻ ഉള്ള ഒരു രാജ്യം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റഡാർ സംവിധാനം വടക്ക് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കാശ്മീർ അത്തരം മേഖലയിൽ റഡാർ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടൊരു വാർത്തയൊക്കെ വന്നു. അതായത് അതിനു മുമ്പ് നമ്മുടെ സിന്ധുവിന് ശേഷം 50,000 കോടി രൂപ, അതുപോലെ 1 ലക്ഷം കോടി രൂപ, ഈ കോടിക്കണക്കിന് രൂപ പ്രതിരോധ മേഖലയിലേക്ക് നമ്മൾ മുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ ഈ നേവി ആയാലും കൊള്ളാം, എയർഫോഴ്സ് ആയാലും കൊള്ളാം, കര അല്ലെങ്കിൽ കരസേനയായാലും കൊള്ളാം, ഇവർക്കൊക്കെ അതിനകത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് കണ്ടെത്തി അതെല്ലാം കൃത്യമായിട്ട് തയ്യാറെടുപ്പോടുകൂടി നിൽക്കാൻ, അല്ലെങ്കിൽ സൈന്യത്തിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. സിന്ധുവിന് ശേഷം പൂർണ്ണമാക്കി. അതായത് ഈ അതിർത്തികളായാലും കൊള്ളാം, നമ്മുടെ ആയുധപ്പുരകളായാലും കൊള്ളാം, നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം വേണ്ടത്, അത് ബ്രഹ്മോസിന്റെ കുറവുണ്ടോ അത് ഫില്ല് ചെയ്തോണം. ഇപ്പൊ നേവി കഴിഞ്ഞ ദിവസം ഫില്ല് ചെയ്തു. അതുപോലെ അതിർത്തിയിൽ ഈ പറയുന്നത് പോലെ പ്രതിരോധ സംവിധാനത്തിനകത്ത് എന്തെങ്കിലും പാളിച്ചുണ്ടോ അത് ഫില്ല് ചെയ്തോണം. അതുപോലെ വ്യോമസേനയിൽ വിമാനങ്ങളുടെ കുറവ് പരിഹരിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞില്ല, കഴിഞ്ഞ ദിവസം 100 സ്ക്വാഡ്രനകത്ത് കുറവ് വന്നതിനകത്ത് 100 വിമാനങ്ങൾ, അല്ലെങ്കിൽ അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇസ്രായേലിൽ നിന്ന് ആവശ്യമുള്ള ആയുധങ്ങൾ, നമ്മുടെ ഈ സിന്ധൂരിനകത്ത് നമ്മൾ ഉപയോഗിച്ച മിസൈലുകളുണ്ട്, ഡ്രോണുകൾ, ആ ഡ്രോണുകളെല്ലാം മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ രീതിയിലേക്കുള്ള ഒരു നീക്കുപോക്കും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ യുദ്ധം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വിജയ് പറഞ്ഞതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം അവരുടെ ഒരു മീറ്റിങ്ങിനകത്ത് ഇനി ഉണ്ടാകുന്ന യുദ്ധം നമ്മൾ ഈ പറയുന്ന പോലെ 4 ദിവസം കൊണ്ട് തീരത്തില്ല. 4-5 കൊല്ലം മിനിമം യുദ്ധം ചെയ്യാൻ
തയ്യാറാകുന്ന ഒരു സേന നമുക്കുണ്ടാകണം. ആ മാനസികാവസ്ഥയിൽ രാജ്യം പോകുമ്പോൾ ആ മാനസികാവസ്ഥയിൽ രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ എല്ലാവരെയും, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ രാജ്യത്തിന് എന്തെല്ലാം കുഴപ്പങ്ങൾ പറ്റും, കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഈ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ജനതയുണ്ടാവണം. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, ഇനിയത്തെ യുദ്ധത്തിൽ സൈനികരെ മാത്രമല്ല എല്ലാ ജനവും ഒരേ മനസ്സോടുകൂടി നിന്നാൽ മാത്രമേ നമുക്ക് യുദ്ധം ജയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സിന്ദൂർ നമ്മൾക്ക് ലോകത്ത് നമ്മൾക്കെതിരെ നിന്ന പാകിസ്ഥാന്റെയും ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും അതിന് പ്രത്യക്ഷ ശത്രുക്കൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രത്യക്ഷ ശത്രുക്കളല്ലാതെ ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ച് ഇവന്റെ വളർച്ചയ്ക്ക് കുഴപ്പം വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും ഒക്കെ പ്രതീക്ഷ കൊടുക്കാതെ 4 ദിവസം കൊണ്ട് തീർത്തു. ഇനിയപ്പോ അവരൊക്കെ തന്നെ വീണ്ടും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും, യുദ്ധം ചെയ്താൽ മാത്രം ഉപജീവനം നടക്കാൻ മാർഗമുള്ള രാജ്യമായിട്ട് പാകിസ്ഥാനൊക്കെ യുദ്ധം ഇഷ്ടം, അതറിയാം ജയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വേണ്ട. പൈസ ഇപ്പം ഒരുത്തം പറയുക, അമേരിക്ക പറയുക ഒരു യുദ്ധം ചെയ്യണം കേട്ടോ, അപ്പൊ യുദ്ധത്തിന്റെ ചെലവ് എത്ര, 100 രൂപ ആയിരിക്കും, 150 രൂപ കൊടുക്കും, 50 രൂപ പഠിക്കാവോ? അതേ രീതി ഗതികെട്ട് കിടക്കുന്നു. അപ്പൊ ആ രാജ്യങ്ങൾ അതിന് തയ്യാറാവും. മനസ്സിലാവുന്നു എന്തുവായാലും നമ്മൾ പണ്ട് പറയത്തില്ലേ? അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അപ്പൊ അതിനുവേണ്ടി തയ്യാറാവും. നമുക്കിതിന്റെ രഹസ്യാന്വേഷണം നമ്മുടെ മോശമൊന്നും അല്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണല്ലോ നമ്മുടെ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് നമുക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതങ്ങ് അത്തരത്തിലങ്ങ് പരത്തി പറയാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഇന്ത്യയോട് വിളിച്ചു പറയുന്നത്. മാത്രമല്ല ഈ പറച്ചിൽ ലോകം മൊത്തം കേൾക്കുന്നുണ്ടല്ലോ, എല്ലാം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാ, നീ അവിടെ ഒരുക്കുന്ന കാര്യം ഞങ്ങൾക്ക് അറിയാം, അടിക്കാൻ. അപ്പൊ സാർ ഇതിനകത്ത് ഒരു ചോദ്യം, അപ്പൊ ഇത് ആദ്യ അടി നമ്മൾ അടിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ പോളിസിയാണ്. അപ്പൊ ഇത് പാകിസ്ഥാൻ ചൈന ഇത് രണ്ടുമാണ്. നമ്മൾ അന്ന് 2.5 യുദ്ധം, പാകിസ്ഥാൻ ബംഗ്ലാദേശ്. അതെ. അപ്പോൾ ഒരു തീവ്രവാദ ആക്രമണത്തിലൂടെ ആയിരിക്കില്ല ഇത് വരാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നേപ്പാൾ വഴി ഈ പറയുന്ന ബീഹാറിലേക്ക് തീവ്രവാദികൾ കടന്നിട്ടുണ്ടെന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. ഈ പ്രതിരോധ മന്ത്രി ഇത് പറഞ്ഞ ആ ദിവസമായിരുന്നു ഈ വാർത്ത വന്നിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു തീവ്രവാദ ആക്രമണം ഉടനെ ഇന്ത്യയിൽ നടക്കാം, അതിലൂടെ ആയിരിക്കും. അപ്പോൾ ബോംബെയിലൊക്കെ അന്ന് ഗണേശ ചതുർത്ഥിയിൽ അന്ന് പിടിച്ചിരുന്നല്ലോ, ഒരു സ്ഫോടന പദ്ധതി ഇട്ടിരുന്നു, അത് പിടിക്കപ്പെട്ടു. അപ്പൊ അതുപോലെ ഒരു തീവ്രവാദ ആക്രമണം അതിനെ തുടർന്നായിരിക്കുമോ ഒരു യുദ്ധം ആരംഭിക്കുന്നത്? തീർച്ചയായിട്ടും. നമുക്ക് ഈ ലോക നിയമങ്ങളുണ്ട്. ലോകക്രമത്തിനകത്ത് വരുന്ന രാജ്യമായി പാകിസ്ഥാൻ, ലോക നിയമങ്ങളുണ്ട്. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് കാരണം വേണം. ഒരു കാരണമില്ലാതെ രാവിലെ ടാങ്കറും വിമാനങ്ങളും എടുത്തുകൊണ്ട് നമുക്ക് പാകിസ്ഥാനിലോട്ട് കയറി അടിക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം അടിക്കാന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഇവിടെ കയറി ഈ പഹൽഗാമിൽ വിജയം ഉണ്ടാക്കി, അത് അവനാണെന്ന് ബോധ്യപ്പെടുത്തി, ലോകത്തെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അടിക്കുന്നു. അപ്പൊ അതിന് കാരണമുണ്ട്. അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യം ഭീകരന്മാരെ കടത്തിവിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചു, അതിനാ തിരിച്ചടിച്ചത്. ഇപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും വീണ്ടും ഒരു അറ്റാക്കിന് കാരണം. ഇതുവരെ ഒളിച്ചു അടിച്ചുള്ള പാരമ്പര്യം അവനുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അടിക്കാൻ പോകുന്നത്. ആ ഒരു രീതിയിൽ തന്നെ അടിക്കാൻ വരുമെന്നുള്ള കാര്യം ഇപ്പൊ പല രീതിയിൽ നമുക്കായിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്നെല്ലാം ഞൊഴിഞ്ഞു കേട്ട് ഇപ്പൊ തന്നെ ബീഹാറിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബോംബെ ബേസ്ഡ് ഇതുപോലെ ഭീകരന്മാർ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം ആ ഭീകരവാദ ആക്രമണം തന്നെയായിരിക്കും മറ്റേ. അപ്പൊ നമ്മൾ സിന്ദൂർ നിർത്തിയിട്ടില്ല, ഇനി ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായാലും നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇനി പെൻഡിങ് വെക്കാനും ഒന്നും അല്ലെങ്കിൽ മാറ്റി നിർത്തിപ്പാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. കാരണം ഇതിനകത്ത് 2-3 കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളെ ആക്രമിക്കുക എന്നുള്ളതാണ്, അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ലോകം മൊത്തം ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയാം, ലോകത്തെ നേതാക്കന്മാർ വന്നിട്ട് സല്യൂട്ട് അടിച്ചിട്ട് പോകുന്ന കാര്യമല്ല നമ്മൾ ഈ പറയുന്നത്. അതായത് ലോകത്തെ വ്യവസായികളും അല്ലെങ്കിൽ ബിസിനസ്സുകാരും, അതെ, എല്ലാവരും ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നതിനും മറ്റും മറിച്ചൊക്കെ തയ്യാറാവുന്ന എന്താ, നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ബാക്കി സംവിധാനങ്ങളെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഒന്ന് ബിസിനസ് ചെയ്താൽ കൃത്യമായിട്ട് ഈ സപ്ലൈ ചെയിൻ വെച്ചിട്ട് ലോകത്ത് മൊത്തം കൊണ്ടുപോകാനൊക്കും, സമാധാനത്തെ ഇവിടെ ബിസിനസ് ചെയ്യാനൊക്കും. മനസ്സിലാവുന്നില്ലേ? അപ്പം റോഡ്, വ്യോമം അല്ലെങ്കിൽ വിമാന ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയേക്കുമല്ലേ. അപ്പം അതിനകത്ത് ഇവിടെ സമാധാനമുള്ള രാജ്യമല്ല. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പൈസ പോകും എന്ന് രാവിലെയും വൈകിട്ടും വെടിവെപ്പും ബോംബ് പൊട്ടലും പണ്ടത്തെ കൂട്ട് ഓർമ്മയില്ലേ? 2014 മുമ്പത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് 6 മാസം കൂടുമ്പോൾ ഡൽഹിയിൽ ഒന്ന് പൊട്ടും, അല്ലെങ്കിൽ ഒരേ സമയത്ത് 5 ട്രെയിൻ പോകും, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ 4 ബോംബ് പൊട്ടും. ഇതേ രീതിയിലുള്ള രാജ്യത്തൊന്നും ആരും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്തി വലിയൊരു നേട്ടം. ഇവിടെ ഏറ്റവും പ്രശ്നമായിരുന്ന സ്ഥലമായിരുന്ന കാശ്മീരിൽ പോലും വിമാനത്താവളങ്ങളും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മുന്തിയ റോഡുകളും അവിടുത്തെ ആപ്പിൾ ഉൾപ്പെടെ ലോകത്തെ കയറ്റുമതി ഇറക്കുമതി ടൂറിസം ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോഴും അവിടെ ഈ പ്രശ്നം ഉണ്ടായത്. അതിനുശേഷം അവിടുത്തെ ആ ടൂറിസ്റ്റ് മേഖല എവിടെ പോയെന്നറിയാമോ? ഇത് പ്രധാനമായിട്ട് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ, നമ്മുടെ വളർച്ചയെ അല്ലെങ്കിൽ
ബാധിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ, അല്ല ഇന്ത്യയുടെ ആക്രമണം മാത്രമല്ല ഇത്. അപ്പൊ അത് തടയിട്ടേ മതിയാവത്തുള്ളൂ. നമ്മ അതുകൊണ്ട് ഇന്ത്യ സുരക്ഷിതമാണ് എന്ന് ലോകത്തെ എവിടുന്ന് ആര് വന്നാലും അവിടെ ചെന്ന് ബിസിനസ് ചെയ്യാം, പേടിക്കാനൊന്നുമില്ല, സുരക്ഷിതമാണ്, രാജ്യം അത്ര കരുത്തുള്ള രാജ്യമാണ്. അല്ലെങ്കിൽ ആ രാജ്യത്തോ അവനും കളിക്കാൻ അവർ കൂലി കൊടുക്കുന്നു. ആ രീതിയിലേക്ക് വിചാരിച്ചാൽ ലോകത്ത് ആരായാലും നമ്മളായാലും അത് ചെയ്യത്തുള്ളൂ. നമ്മളെവിടെയെങ്കിലും കൊണ്ടുവന്ന് രാവിലെ ഇസ്രായേൽ അതാണല്ലോ അതെ, രാവിലെ വൈകിട്ട് പ്രശ്നം നടത്തുകൊണ്ട് കടയിടും. കാരണം കടയിലെ സാധനം മേടിക്കാൻ ആൾ വരണ്ടേ എന്ന് പറഞ്ഞാലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് നമ്മുടെ രാജ്യത്തെ സേഫാക്കി നിർത്തിയാൽ മതിയാവത്തുള്ളൂ. അപ്പം ഇതിന് തകരം വഹിക്കാൻ വേണ്ടി മറ്റുള്ളവർ തയ്യാറാവും. അതാണ് അതിൻ്റെ ഒരു വിഷയം.